പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗഭരിതവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടിസ്ഥാന വേദോപദേശങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയുടെ 32ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാനാകുന്ന ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടിസ്ഥാന വേദോപദേശങ്ങളിൽ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണല്ലോ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വിധത്തിലുള്ള കൂട്ടായ്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി. ഇന്നും അത്തരത്തിൽ ആ വിഷയത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഒരു വേദഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കും. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ ആ ഫിലിപ്പിയ സഭയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് അവിടെ പരാമർശിക്കുകയാണ്. ആ സഭയ്ക്ക് ഒരു വലിയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിൽ ഉള്ള കൂട്ടായ്മ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ജീവിത കാലയളവിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ച് അവർക്കൊരു ദൗത്യം കൊടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. പിന്നീട് അതുപോലെ തന്നെ മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിലും പറയുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് ചെയ്യുവാൻ കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു. അപ്പോൾ കർത്താവ് അവസാനമായി കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ ദൗത്യമാണ് സുവിശേഷ ഘോഷണം എന്നുള്ളത്. എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷമെന്ന് തിമത്യോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടത് തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സുവിശേഷം കേട്ടത് മുഖാന്തരമാണ്. കേൾക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും ചെയ്ത മുഖാന്തരമാണ് നമ്മൾ രക്ഷയുടെ അനുഭവം പ്രാപിച്ചത്. അപ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന ഓരോ ദൈവവൈതലിനോടുമുള്ള കർത്താവിൻ്റെ ഒരു വലിയ ദൗത്യമാണ് നമ്മളെല്ലാവരും സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മയുള്ളവർ ആയിരിക്കണമെന്നുള്ളത്. ഇവിടെ ഫിലിപ്പിയ സഭയെക്കുറിച്ച് പറയുന്നത്, ഫിലിപ്പിയ സഭ സുവിശേഷ ഘോഷണത്തിൽ വളരെയധികം കൂട്ടായ്മ കാണിച്ചവരായിരുന്നു. നമുക്ക് ഫിലിപ്പിയ സഭയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അവിടെയുള്ള ഓരോ വിശ്വാസിയും സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മയുള്ളവരായി. സുവിശേഷ ഘോഷണം ഒരിക്കലും ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിന് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് സുവിശേഷ ഘോഷണം നിർവഹിക്കപ്പെടുന്നത്. അത്തരത്തിൽ സുവിശേഷ ഘോഷണത്തോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ കാണിച്ച ഒരു വലിയ സഭയായിരുന്നു ഈ ഫിലിപ്പിയ സഭ. നമുക്കതിൻ്റെ ഉത്ഭവ ചരിത്രം തന്നെ നമുക്ക് ഈ ഫിലിപ്പിയ സഭ സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് അത് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം
16-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം. എടുക്കുമ്പോൾ അതിന് 13-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പെ പട്ടണത്തിൽ സുവിശേഷ ഘോഷണവുമായി എത്തുന്ന പൗലോസിനെ കുറിച്ച് അവിടെ കാണും. 13-ാമത്തെ വാക്യത്തിൽ, ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു, അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. അപ്പൊ ഫിലിപ്പെ പട്ടണത്തിൽ പൗലോസോ ഒപ്പം ശീലാസുണ്ട്, ലൂക്കോസുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന സുവിശേഷ ഘോഷണത്തിനായി അവർ പുറപ്പെട്ടപ്പോൾ അവിടെ പുഴവക്കത്ത് ഇരുന്നു. അവിടെ ചില സ്ത്രീകൾ കൂടി വന്നു. ആ കൂടി വന്ന സ്ത്രീകളോട് സുവിശേഷം പൗലോസ് പറഞ്ഞു. 14-ാമത്തെ വാക്യത്തിൽ, തുയഥൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ട് നമ്മൾ അവിടെ പുഴവക്കത്തിരുന്ന സ്ത്രീകളോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ സുവിശേഷം കേട്ടവരുടെ കൂട്ടത്തിൽ തുയഥൈര പട്ടണക്കാരത്തിയായ രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ഒരു സ്ത്രീ. അപ്പൊ ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ ഒരു വിശ്വാസി എന്ന് പറയാം, അഥവാ യൂറോപ്യൻ പ്രദേശത്തെ ആദ്യത്തെ ഒരു വിശ്വാസി എന്ന് വേണമെങ്കിൽ നമുക്ക് ലുദിയ എന്ന സഹോദരിയെ വിളിക്കാം. ആ സഹോദരി ദൈവഭക്തയായ ഒരു സ്ത്രീ ഈ സുവിശേഷം കേട്ടുകൊണ്ട് പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കർത്താവിന് വേണ്ടി, അതായത് സുവിശേഷം കേൾക്കുവാനുള്ള ഒരു മനസ്സൊരുക്കമുണ്ടായപ്പോൾ അവളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, കർത്താവ് അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, അങ്ങനെ ഈ ലുദിയയും കുടുംബവും സുവിശേഷം കേട്ട് വിശ്വസിച്ചു, സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പൻ എന്ന് അപേക്ഷിച്ചു. നോക്കണം, ഇപ്പൊ സുവിശേഷ ഘോഷണത്തിലുള്ള ഒരു കൂട്ടായ്മ ആദ്യം തന്നെ ആരംഭിക്കുകയാണ്. ലുദിയ എന്ന സ്ത്രീ കർത്താവിനെ വിശ്വസിച്ചു. അവൾ മാത്രമല്ല, അവൾ പോയി അവളുടെ കുടുംബത്തിലുള്ളവരോടും ഈ വിവരം അറിയിച്ചു. ഒരുപക്ഷെ അവൾ തന്നെത്താനെ പറഞ്ഞു കാണും. അതല്ല എന്നുണ്ടെങ്കിൽ പൗലോസിനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവരോട് സുവിശേഷം പറഞ്ഞു. അവരും കേട്ട് വിശ്വസിച്ചു. അവർ സ്നാനമേറ്റ ശേഷം ലുദിയ പറയുകയാണ്, എന്നെ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പൻ എന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. അങ്ങനെ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ലുദിയയുടെ ഭവനം തന്നെ, അല്ലെങ്കിൽ ഒരു സഭാപ്രവർത്തനത്തിന് വേണ്ടി ലുദിയയുടെ ഭവനം തന്നെ അവിടെ തുറന്നു കൊടുക്കുന്നതായിട്ട് കാണും. ഫിലിപ്പിയൻ സഭയിലെ മറ്റൊരു വിശ്വാസി എന്ന് പറയുന്നത്, അതിനുശേഷം ഫിലിപ്പിയൻ കാരാഗൃഹത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അവിടെ വെച്ച് ആ വലിയ സംഭവത്തിന് ശേഷം, അതായത് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ഭൂതത്തെ പൗലോസൊക്കെ ശാസിച്ചു. അവൾ വിടുതൽ പ്രാപിച്ചു. എന്നാൽ അവിടെ കൊണ്ട് ലാഭമുണ്ടാക്കിയിരുന്ന യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും എല്ലാം കാരാഗൃഹത്തിൽ ഏൽപ്പിച്ചു. അങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ അവർ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം കുലുങ്ങി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവിടെ കാരാഗൃഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു പോയതായിട്ട് കാണും. ഇപ്പോഴെന്ത് ചെയ്തു? ആ വലിയ സംഭവത്തിൽ ചഞ്ചലപ്പെട്ട കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ കൊല്ലുവാനായിട്ട് ഭാവിച്ചു. എങ്കിലും നിനക്കൊരു ദോഷം ചെയ്യരുത് എന്ന് പൗലോസും കൂട്ടരും അവനോട് പറഞ്ഞു. അവനോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ആ 16:31 പൗലോസ് പറഞ്ഞ ഒരു വാക്യം അവിടെ കാണുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. 32-ാമത്തെ വാക്യത്തിൽ
പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവരോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അപ്പോൾ ലുദിയ എന്ന സ്ത്രീ യേശുവിനെ അറിഞ്ഞപ്പോൾ അവളുടെ വീട്ടിലുള്ളവരോട് കർത്താവിൻ്റെതായ വചനം അറിയിച്ചു. കാരാഗ്രഹ പ്രമാണി അതുപോലെ തന്നെ യേശുവിനെ വിശ്വസിച്ചിട്ട് വീട്ടിലുള്ളവരോട് വീണ്ടും സുവിശേഷം അറിയിച്ചു. പിന്നെ അവിടെ 33-ാമത്തെ വാക്യത്തിൽ അവൻ ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി തനിക്കുള്ളവരെല്ലാം താമസിയാതെ സ്നാനമേറ്റു. നോക്കുക, ആ കുടുംബത്തിലുള്ളവരോട് അറിയിച്ചു. കുടുംബത്തിലുള്ളവർ സ്നാനമേറ്റതായിട്ട് കാണുന്നു. 34-ാമത്തെ വാക്യത്തിൽ പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തെ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നോക്കുക, അപ്പോൾ വ്യക്തിപരമായ സുവിശേഷം കേട്ട, വ്യക്തിപരമായി രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിഞ്ഞ ആ കാരാഗ്രഹ പ്രമാണി കുടുംബവും തൻ്റെ ഭവനത്തിലുള്ളവരോടും കർത്താവിൻ്റെ വചനം അറിയിച്ചു. തനിക്കുള്ളവരോടും മുഴുവനും അറിയിച്ചു. അപ്പോൾ അങ്ങനെ ലുദിയയും ഈ കാരാഗ്രഹ പ്രമാണി കുടുംബവും എല്ലാം ചേർന്ന് ഇങ്ങനെ ഈ സുവിശേഷ ഘോഷണത്തിൽ ഒരു കൂട്ടായ്മ ബന്ധം കാണിക്കുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളും സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മയുള്ളവരായി മാറും. ഫിലിപ്പിയ സഭയുടെ ഒരു നല്ല ഗുണമായിരുന്നു സുവിശേഷ ഘോഷണത്തിൽ ഉള്ള കൂട്ടായ്മ എന്ന് നമുക്ക് കാണും. ക്രൈസ്തവർ എന്നാൽ നമ്മളൊക്കെ എത്രത്തോളം കർത്താവിൻ്റെതായ വചനത്തിൽ ഹല്ലേലൂയ നമുക്ക് നിലനിൽക്കുവാനുമൊക്കെ സാധിക്കുന്നു. നമ്മൾ എത്ര പേർ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ ബന്ധം കാണിക്കുന്നു? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സുവിശേഷ ഘോഷണം ഒരിക്കലും ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യുവാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. നമുക്കത് റോമാ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നമുക്ക് ആ കാര്യം കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നു, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പൗലോസ് അവിടെ പറയുകയാണ്, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരെല്ലാമാണ് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന അവരെല്ലാവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പോൾ ഒരുത്തൻ വിളിച്ചപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ യേശുവിനെ വിശ്വസിക്കണം. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അവനിൽ വിശ്വാസം കടന്നു വരണം. വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ അവൻ യേശുവിനെ കുറിച്ച് കേൾക്കണം. കേൾക്കാതെ ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നിട്ട് പറയാണ്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അപ്പൊ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവനുണ്ടെങ്കിൽ മാത്രമേ കർത്താവിനെ കുറിച്ച് കേൾക്കാൻ കഴിയൂ. കർത്താവിനെ കുറിച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുവാൻ കഴിയും. കേട്ടാൽ മാത്രമേ ഒരുത്തരും വിശ്വസിക്കുവാൻ കഴിയൂ. വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവന് വിളിച്ചപേക്ഷിക്കാൻ കഴിയൂ. വിളിച്ചപേക്ഷിച്ചു എങ്കിൽ മാത്രമേ യേശുവിലൂടെയുള്ള രക്ഷ അവനെ കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഒരുത്തന് രക്ഷയിലേക്ക് വരുന്നതിനുള്ള ആ പടികളാണ് അവിടെ പൗലോസ് പറയുന്നത്. അപ്പോൾ രക്ഷയിലേക്ക് ഒരുത്തൻ വരണമെന്നുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ ഒരാൾ വേണം. അവൻ കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കണം. വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ വിളിച്ചപേക്ഷിക്കണം. പക്ഷെ ഇങ്ങനെ പ്രസംഗിക്കുന്നവൻ മാത്രമാണ്. പിന്നെ അടുത്ത വാക്യം, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ അയക്കപ്പെടണം. എങ്ങനെ അയക്കുക? വെറുതെ നീ പോടാ എന്ന് പറഞ്ഞു അങ്ങ് അയക്കുക അല്ല. അങ്ങനെ അയക്കുന്നവന് വേണ്ടതായ കാര്യങ്ങൾ സപ്പോർട്ട് നൽകുവാൻ ആൾക്കാർ വേണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ദൈവത്തിനെല്ലാം ചെയ്യുവാൻ കഴിയും. പക്ഷേ ദൈവം അതെല്ലാം മനുഷ്യരിലൂടെയാണ് ചെയ്യും. പഴയ നിയമകാലത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ലേവ്യ ഗോത്രത്തിലെ ദേവാലയ ശുശ്രൂഷകൾക്കായി ദൈവം വിളിച്ചു വേർതിരിച്ചു.
മറ്റ് ഗോത്രങ്ങളോടെല്ലാം പറഞ്ഞു, അവരുടെ ദശാംശമെല്ലാം ലേവി ഗോത്രത്തിന് നൽകണം. അല്ലാതെ ലേവി ഗോത്രം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു, അതുകൊണ്ട് ലേവി ഗോത്രത്തിന് മാത്രം ഉയരത്തിൽ നിന്നിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ കെട്ടിയിറക്കി കൊടുക്കും എന്ന് ദൈവം പറഞ്ഞില്ല. കാരണം ദൈവം ആവശ്യമുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ പാപം നിമിത്തം, മനുഷ്യൻ സ്വാർത്ഥനായ നിമിത്തം ഇന്ന് എല്ലാം സ്വാർത്ഥത ചിന്തിച്ചുകൊണ്ട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയായിരിക്കും. അത് പാപത്തിൻ്റെ ഒരു പരിണത ഫലമാണ്. പാപത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഒക്കെ ഒരു പരിണത ഫലമാണ്. അങ്ങനെ മനുഷ്യന്റെ സ്വാർത്ഥ നിമിത്തമാണ് ഇന്ന് ലോകത്തിലുള്ള പല പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത്. ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ തന്നെ മനുഷ്യന്റെ സ്വാർത്ഥതയുടെ ഒരു പരിണത ഫലമാണ്. കുടുംബത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത് മനുഷ്യൻ കുടികൊള്ളുന്ന ഇത്തരം സ്വാർത്ഥ അനുഭവങ്ങളാണ്. ഒരിക്കലും ഒരാളോട് പറഞ്ഞു, കാക്കകളെ നോക്കുവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: കാക്കകൾക്ക് വിതയ്ക്കണ്ട, കൊയ്യണ്ട. കാരണം കാക്കകൾക്ക് യാതൊരു വിധമായ അതിർത്തികളും ദൈവം വെച്ചിട്ടില്ല. അതിന് മുഹമ്മദിൻ്റെ വയലിലും ചെന്ന് കൊത്തി തിന്നാം, അവിടെ മാധവന്റെ വയലിലും പോയി കൊത്തി തിന്നാം, മത്തായിയുടെ വയലിലും പോയിട്ട് കാക്കയ്ക്ക് കൊത്തി തിന്നാം. അതേസമയം മനുഷ്യൻ വിശന്നു കഴിഞ്ഞ് ഒരു മാധവൻ ചെന്നിട്ട് മത്തായിയുടെ വയലിൽ പോയി എന്തെങ്കിലും പറിച്ചെടുത്താൽ, അല്ലെങ്കിൽ മാധവന്റെ കയ്യിൽ തേങ്ങയൊന്നുമില്ല, മത്തായിയുടെക്ക് വലിയ തെങ്ങും തോട്ടമുണ്ട്, ഏക്കർ കണക്കിനുണ്ട്, ചെന്നെടുത്താൽ വിവരം അറിയും. അപ്പോൾ അതുകൊണ്ട് അതല്ല, ഇതെന്താണ്? മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ പരിണത ഫലമായിട്ടുള്ള ചില അതിർത്തികളാണ്. അതേസമയം കാക്കയ്ക്കോ പറവകൾക്കോ മറ്റ് മൃഗജാലങ്ങൾക്കോ യാതൊരു വിധമായ അതിർത്തികളും ഇല്ല. ദൈവം അവയെല്ലാം പുലർത്തുന്നു. കാരണം അതുപോലെ മനുഷ്യനും ആവശ്യമായ എല്ലാ വിഭവങ്ങളും ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെതായ ചില സ്വാർത്ഥതകൾ നിമിത്തം മനുഷ്യൻ അതിരുകളും ഒക്കെ കെട്ടിത്തിരിച്ച് പലവിധമായ കാര്യങ്ങൾ തിരിച്ച് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തൻ്റെ ദൈവം ചില നിയമങ്ങൾ വെച്ചു. അപ്പോൾ സുവിശേഷ ഘോഷണത്തിൽ പോകുന്നവന് മറ്റ് ഉള്ളവർ അവരെ സുവിശേഷ ഘോഷണത്തിൽ പോകുന്നവർക്ക് വേണ്ടതായ കൈത്താങ്ങൽ കൊടുത്ത് അയക്കണം. അതും സുവിശേഷ ഘോഷണത്തിലെ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുപക്ഷെ നേരിട്ട് പോയി സുവിശേഷം പറയുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഭവനം തുറന്നു കൊടുത്ത് നമുക്ക് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കാം. സുവിശേഷം പറയുവാൻ പോകുന്നവർക്ക് വേണ്ടതായ സപ്പോർട്ട് നൽകിക്കൊണ്ട് നമുക്ക് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കാം. സുവിശേഷ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കാം. നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം ഒക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ സുവിശേഷ ഘോഷണത്തിൽ ഒരു പങ്കാളികളായി തീർന്നിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആ സുവിശേഷ ഘോഷണത്തിൽ ഫിലിപ്പിയ സഭ കാണിക്കുന്ന പോലെയുള്ള ഒരു നല്ല കൂട്ടായ്മ കാണിക്കുവാൻ നിങ്ങളിൽ എത്ര പേർ താല്പര്യപ്പെടും? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതകരമേറെ വഴിയും വാതിലും തുറക്കും. ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം എല്ലാവിധ അനുഗ്രഹങ്ങളാലും നന്മകളാലും നമ്മൾ ഓരോരുത്തരും നിറച്ച് വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.